ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ അകൽച്ചയിലായ SNDP യോഗത്തിൽ ഇടപെടാനൊരുങ്ങുന്നു CPIM. SNDP ശാഖാംഗങ്ങളുടെ പ്രത്യേക യോഗം വിളിക്കാൻ CPIM തീരുമാനിച്ചു. യൂണിയൻ അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർക്കുന്ന യോഗത്തിന് ശാഖാ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി നേതാക്കൾ മുൻകൈയെടുക്കാനാണ് ധാരണ. നേതൃത്വത്തിൽ അസംതൃപ്തിയുള്ളവരെയും സഹകരിപ്പിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലാണ് SNDPയിൽ ഇടപെടാനുള്ള നിർണായക തീരുമാനവുമായി CPIM സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. യോഗം നേതൃത്വത്തെ RSSന്റെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നാണ് ഈ തീരുമാനത്തെപ്പറ്റി ചോദിക്കുമ്പോൾ CPIM നേതൃത്വം വിശദീകരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച സമാപിച്ച CPIM സംസ്ഥാന കമ്മിറ്റിയാണ് SNDP യോഗത്തിൽ ഇടപെടാനുള്ള നിർണായക തീരുമാനമെടുത്തത്. സംസ്ഥാനത്ത് SNDPക്ക് 7000-ഓളം ശാഖകളുണ്ട്. ഈ ശാഖകൾക്ക് മുകളിൽ 144 യൂണിയനുകളും പ്രവർത്തിക്കുന്നു. ഈ 144 യൂണിയനുകളും പ്രത്യേക യോഗം വിളിക്കാനാണ് CPIMന്റെ തീരുമാനം. ശാഖാ സെക്രട്ടറിമാരായും മറ്റും പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ ഇതിന് മുൻകൈയെടുക്കും. SNDP നേതൃത്വത്തിൻ്റെ പോക്കിൽ അസംതൃപ്തിയുള്ളവരെയും യോഗവുമായി സഹകരിപ്പിക്കും. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങളെ വ്യതിചലിച്ച് SNDPയെ സംഘപരിവാർ കൂടാരത്തിലേക്ക് എത്തിക്കുന്നത് തടയുകയാണ് ലക്ഷ്യം. BDJസിൻ്റെ മറവിൽ SNDP യോഗത്തെ പൂർണ്ണമായും സംഘപരിവാർ പാളയത്തിലെത്തിക്കാൻ ശ്രമം നടക്കുന്നതായുള്ള സംശയത്തിലാണ് ഈ നീക്കം. SNDPയുടെ യൂണിയൻ നേതൃത്വത്തെ പിരിച്ചുവിട്ട് പലയിടത്തും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമുണ്ട്. 6 മാസത്തിനകം പുതിയ കമ്മിറ്റി തിരഞ്ഞെടുക്കണമെന്നാണ് ചട്ടം. ഇത് ലംഘിക്കപ്പെടുന്നതിൽ വ്യാപകമായ അസംതൃപ്തിയുണ്ട്. അതും മുതലെടുക്കാൻ തന്നെയാണ് തീരുമാനം. SNDPയിലെ ഇത്തരം ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യും. എക്കാലവും CPIMന്റെ ഉറച്ച വോട്ട് ബാങ്കായി കരുതിപ്പോന്ന ഈഴവഭാഗത്തിൻ്റെ വോട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ കുറവുണ്ടായിരുന്നു. SNDP ശാഖകൾ മുതലുള്ള പാർട്ടി ഇടപെടൽ വരുന്നതോടെ യോഗ നേതൃത്വം വരുതിയിലാകുമെന്ന കണക്കൂട്ടലാണ് ഇപ്പോഴത്തെ കരുനീക്കങ്ങൾ. റിപ്പോർട്ടർ ആർ ശ്രീജിത്തിൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.